നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാത്യു സാറേ, എന്തായി കാണിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും മാന്യന്മാരല്ലേ? നമ്മൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് അല്ലേ? എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞു പരിഹരിക്കാമല്ലോ. ഇതിന് പരിഹാരമൊന്നുമില്ല സുജാതെ. ഇയാൾക്ക് എന്നോടും എന്റെ കുടുംബത്തോടും വെറുതെ ഒരു ചൊറിച്ചിലൊന്നുമല്ല, ഉള്ളത് തന്നെയാ. ഇത് തുടങ്ങിയിട്ടേ കുറെ കാലമായി. അതെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതൊരു വഴക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാ രണ്ടു കൂട്ടരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പക്ഷേ വെളുപ്പിച്ചതേ അപകടം എന്നുള്ള അവസ്ഥയാണല്ലോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. രവി സാറേ, നിങ്ങൾ ഇവിടെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കേ. പ്രശ്നം പരിഹരിക്കാനാണല്ലോ അസോസിയേഷനൊക്കെ ഉള്ളത്. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ പോലീസിന് വിടാം. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പോലീസ് വന്നാൽ ഇതിനൊരു തീരുമാനമാവും. എവിടുന്നോ കുറെ പിള്ളേരെ കൊണ്ടു താമസിപ്പിച്ച് തോന്നിയ ദിവസം കാണിക്കുക. ഞങ്ങൾ അയൽപക്കക്കാർക്ക് ഇവിടെ മര്യാദയ്ക്ക് താമസിക്കണ്ടേ? പോട്ടെ നോക്കുമ്പോ തലയിലോട്ട് കയറും അവനൊക്കെ. ഈ തീനി ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. അസോസിയേഷൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റ് സുജാത വന്നിട്ടുണ്ട്. സുജാത ഇരിക്കെ. നിങ്ങളും ഇരിക്കെ. നീ കുടിച്ചിട്ടുണ്ടോ? രഞ്ജിത്തിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു, കഴിച്ചു പോയി. നീ വീട്ടിലോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. എന്താ പ്രശ്നം? കേൾക്കട്ടെ. സുജാതയ്ക്ക് അറിയാലോ, മാത്യു സാറിന്റെ വീട്ടില് 3-4 പേര് താമസിക്കുന്നുണ്ട്. അതിലാണും പെണ്ണും ഒക്കെയുണ്ട്. അവരവിടെ അരുതാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നാ രവി സാറിന്റെ ആക്ഷേപം. ആക്ഷേപമൊന്നുമല്ല, സത്യ. ഞാൻ എന്റെ കണ്ണി കണ്ടതുകൊണ്ടാ പറയുന്നത്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് എന്നോട് പറയണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടാന്ന് പറഞ്ഞാലേ അതെനിക്ക് നാണക്കേടാ. അതെങ്ങനെയാ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത്? സുജാത പറ. ഇയാളെ പോലുള്ളവരാ ഈ നാട്ടിൽ വെറുതെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കുന്ന. എന്താ തനിക്ക് മാത്രമേ ഉള്ളൂ? ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്കൊന്നും അഭിമാനമില്ലേ? ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് അഭിമാനമില്ലേ? ഇനി ഇങ്ങനത്തെ വേണ്ടാദിനങ്ങൾ താൻ പറഞ്ഞുകൊണ്ട് നടക്കരുത്. തോന്നിവാസം കാണിച്ചാൽ പറഞ്ഞുകൊണ്ട് നടക്കണോ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇവിടെ ചെറുപ്പക്കാരെ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു ഉദ്ദേശം വേറെ തന്നെയാ. അതൊക്കെ തന്നെ വെറും തോന്നല. നല്ല മനസ്സോടെ എല്ലാവരെയും കാണാൻ നോക്കും. അപ്പൊ തന്നെ ഈ പ്രശ്നമൊക്കെ തീരും. ഞാൻ മാന്യതയുള്ള ആൾക്കാരെയാ താമസിപ്പിച്ചത്. ഒരു മാന്യത? താനാ മാന്യതക്കേട് സംസാരിക്കുന്നത്. താൻ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടികൾ അവിടെ തന്നെ താമസിക്കും. അവര് വന്നതേ പഠിക്കാനാ. എന്തൊക്കെ പറയും. എന്തിനാ രവി സാർ ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുന്നത്? നമ്മുടെ അസോസിയേഷന്റെ അകത്ത് എത്രയോ വീടുകളിൽ പുറത്തുനിന്നുള്ള കുട്ടികൾ വന്ന് താമസിക്കുന്നുണ്ട്. നീ ആരെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്? എല്ലാവരുടെയും കണ്ണു നിന്റെ ദേഹത്താ. ഇവർ ആരെയും നിനക്ക് മയക്കെടുക്കാനുള്ള? നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടുന്ന് പോടി, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ മാറ്റിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.